ഹായ്, ദിസ് ഈസ് ജിതിൻ ഫ്രം ബാക്ക് ബെഞ്ചേഴ്സ് ഒപ്റ്റോമെട്രി. ഇന്ന് നമുക്ക് ഡുവോക്രോം ടെസ്റ്റ് എന്താണെന്ന് നോക്കാം. ഡുവോക്രോം ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റിഫ്രാക്ഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ക്ലിനിക്കൽ ടെസ്റ്റാണ്. ഇത് നമ്മൾ സ്ഫെറിക്കൽ പവറിൻ്റെ റിഫൈൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് എന്താ നോക്കാം. അതായത് നമ്മൾ ഒരാൾക്ക് ഒരു കണ്ണട കൊടുക്കണമെങ്കിൽ 3 കണ്ടീഷനിലായിരിക്കും നമ്മൾ കണ്ണട കൊടുക്കുക. ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സ്ഫെറിക്കൽ പവർ മാത്രമുള്ളൊരു കണ്ടീഷൻ, ഇപ്പോൾ +1 ഡയോപ്റ്റർ സ്ഫിയർ, ഇതൊരു കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു സിലിണ്ടറിക്കൽ പവർ മാത്രമുള്ളൊരു കണ്ടീഷൻ, ഇപ്പോൾ -0.50 അറ്റ് 90. ഓക്കെ, രണ്ടാമത്തെ കണ്ടീഷൻ. മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ഫെറിക്കൽ പവറും സിലിണ്ടറിക്കൽ പവറും കമ്പൈൻഡ് ആയിട്ട് വരുന്ന കണ്ടീഷൻ. ഓക്കെ, ഇതിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ 2 പവറുകളുണ്ട് അല്ലേ, ഒരു സ്ഫെറിക്കൽ പവറും ഉണ്ട്, ഒരു സിലിണ്ടറിക്കൽ പവറും ഉണ്ട്. ഇതിൽ ഈ സ്ഫെറിക്കൽ പവർ റിഫൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡുവോക്രോം ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ലാസ്റ്റ് കണ്ണട കൊടുക്കുന്നതിന് മുന്നേ ഈ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ഒരു പവർ കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡുവോക്രോം ടെസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ ഈ കണ്ടീഷനിലും എന്തുണ്ട്, സ്ഫെറിക്കൽ കമ്പോണൻ്റ് ഉണ്ട്. അപ്പോൾ ഈ സ്ഫെറിക്കൽ കമ്പോണൻറ്റ് കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടെസ്റ്റാണ് ഡുവോക്രോം ടെസ്റ്റ്. അതുപോലെ തന്നെ ഈ ഒരു കണ്ടീഷനിൽ ഇവിടെ നോക്കിയാൽ ഇവിടെ സ്ഫെറിക്കൽ പവർ ഇല്ല, ഇവിടെ സിലിണ്ടർ മാത്രമേ ഉള്ളൂ. ഇവിടെ എന്തുണ്ട്, സിലിണ്ടറുണ്ട്. അപ്പോൾ ഈ സിലിണ്ടർ റിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് JCC കൊണ്ട് നമുക്ക് നമ്മുടെ സിലിണ്ടറിക്കൽ പവറിൻ്റെ പവറും കണ്ടുപിടിക്കാൻ പറ്റും, അതുപോലെ തന്നെ ആക്സിസും റിഫൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ JCC ഉപയോഗിച്ച് നമുക്ക് സിലിണ്ടറിൻ്റെ ആക്സിസും സിലിണ്ടറിൻ്റെ പവറും റിഫൈൻ ചെയ്യാം. ഡുവോക്രോം ടെസ്റ്റ് ഉപയോഗിച്ചിട്ട് നമ്മുടെ സ്ഫെറിക്കൽ പവറും റിഫൈൻ ചെയ്യാൻ പറ്റും. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നോക്കാം എന്താണ് ഡുവോക്രോം എന്ന്. സോ ഡുവോക്രോം ഓർ ബൈക്രോമാറ്റിക് ടെസ്റ്റ് നോക്കിക്കുക, 2 പേരിൽ നമ്മൾ പറയാറുണ്ട്, ഡുവോക്രോം അല്ലെങ്കിൽ ബൈക്രോമാറ്റിക് ടെസ്റ്റ്. ക്രോം എന്ന് ഉദ്ദേശിക്കുന്ന കളറാണ്, ബൈ എന്ന് ഉദ്ദേശിക്കുന്നതും ഡുവോ എന്നൊക്കെ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ 2 എന്നുള്ള മീനിങ് ആണ്. ഇപ്പോൾ ഡ്യുവറ്റ് പാടുക എന്നൊക്കെ പറയില്ല, ഒരു മെയിൽ സിംഗറും ഫീമെയിൽ സിംഗറും ഉണ്ടാവും, അപ്പോൾ അതിനാണ് ഡ്യുവറ്റ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതുപോലെ 2 കളറുകൾ ഉപയോഗിച്ചിട്ടുള്ള ടെസ്റ്റ്. അപ്പോൾ ഏതൊക്കെ കളറുകളാണ്, ഒന്ന് റെഡും മറ്റേത് ഗ്രീനും. ഓക്കെ, അപ്പോൾ ഈ 2 കളറുകളാണ് നമ്മൾ ഈ ഒരു ടെസ്റ്റിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് ആസ് എ ചെക്ക് ഓൺ ദ ബെസ്റ്റ് വിഷൻ സ്ഫിയർ. ഓക്കെ, നമുക്ക് ബെസ്റ്റ് വിഷൻ കിട്ടുന്ന സ്ഫെറിക്കൽ പവർ റിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡുവോക്രോം ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇതൊരു മോണോക്കുലാർ ടെസ്റ്റാണ്. നമ്മൾ ഒരു കണ്ണ് അടച്ച് വെച്ചിട്ട് നമ്മൾ റിഫ്രാക്ഷൻ ചെയ്യുന്ന എങ്ങനെ മോണോക്കുലാർ റിഫ്രാക്ഷൻ ആയിട്ടാണ് ചെയ്യുന്നത്, ഓരോ കണ്ണും സെപ്പറേറ്റ് ചെയ്തിട്ട് ലാസ്റ്റാണ് നമ്മൾ ബൈനോക്കുലാർ ബാലൻസിങ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ മോണോക്കുലർ ആയിട്ട് തന്നെയാണ് നമ്മൾ ഡുവോക്രോം ചെയ്യേണ്ടത്. കുറേ ആൾക്കാർ 2 കണ്ണ് ഓപ്പൺ ആക്കി വെച്ചിട്ടൊക്കെ ഈ ടെസ്റ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ അങ്ങനെയല്ല ഇത് ചെയ്യേണ്ടത്. ഇറ്റ്സ് എ മോണോക്കുലർ ടെസ്റ്റ്. ഒരു കണ്ണ് അടച്ചു വെച്ചിട്ടാണ് ഡുവോക്രോം ടെസ്റ്റ് ചെയ്യേണ്ടത്. ഇനി ഇത് ബേസ് ചെയ്തിരിക്കുന്നത് ക്രോമാറ്റിക് അബറേഷനിലാണ്. ക്രോമാറ്റിക് അബറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഒക്കേഴ്സ് ബിക്കോസ് ഡിഫറൻറ്റ് വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് ആർ ബെൻഡ് ടു എ ഡിഫറൻറ്റ് എക്സ്റ്റെൻറ്റ്. അത് നമുക്കൊരു പിക്ചർ വെച്ചിട്ട് പറയാം. ക്രോമാറ്റിക് അബറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണിലേക്ക് ഒരു ലൈറ്റ് റേ കയറി വരുമ്പോൾ, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഇതൊരു നമ്മുടെ കണ്ണിൻ്റെ പ്രോപ്പർട്ടി അല്ല, ഇത് നമ്മുടെ കണ്ണിൻ്റെ ഉള്ളിലുള്ള ലെൻസിൻ്റെ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ നമ്മുടെ കണ്ണിൻ്റെ ഉള്ളിലേക്ക് ഇവിടുന്ന് ഒരു വൈറ്റ് ലൈറ്റ് വരുന്നുണ്ടല്ലേ, ഇവിടുന്ന് ഒരു വൈറ്റ് ലൈറ്റ് ഒന്നിച്ച് വരുമ്പോൾ ഈ വൈറ്റ് ലൈറ്റ് കമ്പോസ് ചെയ്തിരിക്കുന്നത് ഡിഫറൻറ്റ് വേവ് ലെങ്ത്തിലുള്ള ലൈറ്റുകൾ കൊണ്ടാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, വിബ്ജിയോർ എന്ന് പഠിച്ചിട്ടുണ്ട്. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്, ഇത് എല്ലാം കൂടി ചേരുമ്പോഴാണ് നമുക്കൊരു വൈറ്റ് ലൈറ്റ് ഉണ്ടാകുന്നത്. ഓക്കെ, വൈറ്റ് ലൈറ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ കമ്പോണൻസ്, ഈ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം, ഇലക്ട്രോമാഗ്നറ്റിക് ആയിട്ടുള്ള റേഡിയേഷനാണ് ശരിക്കും ലൈറ്റ്. ഈ ലൈറ്റ് നമ്മുടെ ലെൻസിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ ലെൻസ് അതിനെ ഡിഫറൻറ്റ് വേവ് ലെങ്ത് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ഓരോ ഭാഗത്തേക്ക് കൊണ്ട് പ്ലേസ് ചെയ്യുക. അപ്പോൾ വേവ് ലെങ്ത് കുറഞ്ഞ ലൈറ്റ് വേവ്സ്, അതായത് ഗ്രീന്, ബ്ലൂ, ഇതെല്ലാം കുറച്ച് മുന്നിലേക്കായിരിക്കും ഫോക്കസ് ചെയ്യുക. വേവ് ലെങ്ത് കൂടിയത്, ഏറ്റവും ഹൈ വേവ് ലെങ്ത്തിലേക്ക് വരുന്നത്, ഇപ്പോൾ ഇതാണ് നമ്മുടെ സ്പെക്ട്രം വരുന്നത്. ഇതിൽ 2 രീതിയിലാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒന്നുമല്ലെങ്കിൽ ഇൻക്രീസിങ് വേവ് ലെങ്ത്ത്, ഓക്കെ, അല്ലെങ്കിൽ ഡിക്രീസിങ് ഫ്രീക്വൻസി അല്ലേ. ഇൻക്രീസിങ് വേവ് ലെങ്ത്ത് അല്ലെങ്കിൽ ഡിക്രീസിങ് ഫ്രീക്വൻസി. അപ്പോൾ ഇതിൽ വേവ് ലെങ്ത്ത് ഇവിടെ കുറവാണ്, ഇങ്ങോട്ടേക്ക് പോകുന്നതോറും വേവ് ലെങ്ത്ത് കൂടുതലാണ്. അപ്പോൾ കൂടിയ വേവ് ലെങ്ത്ത് ഉള്ള റെഡ്, ഓറഞ്ച് പോലുള്ള റേസ് എല്ലാം റെറ്റിനയുടെ ബാക്കിലേക്കായിരിക്കും പോയി വീഴുക. അതിലൊരു മീഡിയം വേവ് ലെങ്ത്തിൽ വരുന്ന യെല്ലോ വേവ് ലെങ്ത്ത് കറക്റ്റ് റെറ്റിനയിൽ വന്നായിരിക്കും പതിക്കുക. ഇത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ക്രോമാറ്റിക് അബറേഷൻ, അതായത് ഈ ക്രോമാറ്റിക് അബറേഷൻ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ ഡുവോക്രോം ടെസ്റ്റ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു എമ്മട്രോപ്പ് ആയ ആളുടെ കണ്ണിലെ കണ്ടീഷനാണ് ഇപ്പോൾ ഈ കാണിച്ചേക്കുന്നത്. ദിസ് ഈസ് ഫോർ എമ്മട്രോപ്പിയ. ഓക്കെ,
ദിസ് ഈസ് ഫോർ എമട്രോപ്പിയ. അതായത് കറക്റ്റ് റെറ്റിനയിൽ ലൈറ്റ് വന്ന് വീഴുമ്പോൾ ഇങ്ങനെയായിരിക്കും നമ്മുടെ വേവ് ലെങ്ത് റെറ്റിനയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. യെല്ലോ കറക്റ്റ് മിഡിലായിരിക്കും, റെഡ് ബാക്കിലേക്കായിരിക്കും, ഗ്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രണ്ടിലേക്കായിരിക്കും. ഇനിയപ്പോൾ ഹൈപ്പർമെട്രോപ്പിയ മയോപ്പിയയുടെ കണ്ടീഷനിൽ എങ്ങനെയായിരിക്കും? ഇത് എമട്രോപ്പായിട്ടൊരാൾക്ക് യെല്ലോ കറക്റ്റ് റെറ്റിനയിലാണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കറിയാം ഹൈപ്പർമെട്രോപ്പിയ ഉള്ള ഒരാൾക്ക് ലൈറ്റ് റേ വന്ന് വീഴുന്നത് ബിഹൈൻഡിലായിരിക്കും. മയോപ്പിയ ആയിട്ടുള്ള ഒരാൾക്ക് ലൈറ്റ് റേ വന്ന് വീഴുന്നത് ഇൻ ഫ്രണ്ടിലായിരിക്കും. അപ്പോൾ ഈ സെയിം സിസ്റ്റം, ഇപ്പോൾ മയോപ്പിയ ഉള്ള ഒരാൾക്ക് നമ്മൾ ഇൻ ഫ്രണ്ടിലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സെയിം സിസ്റ്റം എങ്ങോട്ടേക്ക് പോകും? മുന്നിലേക്ക് പോകും. അപ്പോൾ മയോപ്പിയ ഉള്ള ഒരാളുടെ കറക്റ്റ് റെറ്റിനയിൽ ഇരിക്കുന്നത് റെഡ് വേവ് ലെങ്ത് ആയിരിക്കും, യെല്ലോ ഇവിടെ വരും, ഗ്രീൻ ഇവിടെ വരും. ഇനിയിപ്പോൾ ഹൈപ്പർമെട്രോപ്പി ഉള്ള ഒരാൾക്ക് എങ്ങനെയായിരിക്കും? നേരെ ബിഹൈൻഡിലേക്ക് പോകും. അതായത് ഈ ഫുള്ള് വേവ് ലെങ്ത് നേരെ ബാക്കിലേക്ക് പോകും. ഇത് ഇവിടുന്ന് നേരെ ബാക്കിലേക്ക് സ്പ്ലിറ്റ് ചെയ്യും. അപ്പോൾ ഗ്രീൻ എവിടെ വന്നിരിക്കും? റെറ്റിനയിൽ വന്നിരിക്കും, യെല്ലോ ഇവിടെ വരും, റെഡ് ഇവിടെ വരും. സോ അങ്ങനെയാണ് നമ്മൾ ഏത് കളറാണ് ക്ലിയർ ആവുന്നതെന്ന് ചോദിക്കുമ്പോൾ അവർ ഇപ്പോൾ പച്ചയാണ് ക്ലിയർ ആവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് ഗ്രീൻ വേവ് ലെങ്ത് ആണ് റെറ്റിനയിൽ ഇരിക്കുന്നത്, അതുകൊണ്ടാണ് അവർക്ക് പച്ച ക്ലിയർ ആയിട്ട് കാണുന്നത്. അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ എന്താ അതിൻ്റെ മീനിങ്? ലൈറ്റ് റേസ് ബാക്കിയെല്ലാം ബിഹൈൻഡിലേക്കാണ് പോയി വീഴുന്നത്. എന്ന് വെച്ചാൽ പേഷ്യൻ്റ് ഹൈപ്പർമെട്രോപ്പിക്കാണ് അവിടുത്തെ റിഫ്രാക്റ്റീവ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ. ഇനിയിപ്പോൾ പേഷ്യൻ്റ് പറയുകയാണെങ്കിൽ എനിക്ക് റെഡാണ് ക്ലിയർ ആയിട്ട് കാണുന്നത്. അപ്പോൾ റെഡാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഈ റെഡ് റേ എവിടെ ഇരിക്കുന്നത്? റെറ്റിനയിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് പേഷ്യൻ്റ് റെഡ് ക്ലിയർ ആയിട്ട് കാണുന്നത്. അപ്പം നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രീനിനെ ഇവിടെയും റെഡിനെ ബാക്കിലും പ്ലേസ് ചെയ്ത് യെല്ലോ കറക്റ്റ് റെറ്റിനയിൽ വരുത്തുക. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്ലസും മൈനസൊക്കെ ആഡ് ചെയ്ത് സ്പെറിക്കൽ പവർ റിഫൈൻ ചെയ്യുന്നത്. യെല്ലോ കറക്റ്റ് റെറ്റിനയിൽ വരുമ്പോഴായിരിക്കും നമുക്ക് ബെസ്റ്റ് ക്വാളിറ്റി ഓഫ് വിഷൻ ഉണ്ടാവുക. സർക്കിൾ ഓഫ് ലീസ്റ്റ് കൺഫ്യൂഷൻ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് റെറ്റിനയിൽ വരുന്നത് കറക്റ്റ് യെല്ലോ വേവ് ലെങ്ത്ത് റെറ്റിനയിൽ വന്ന് വീഴുമ്പോഴായിരിക്കും. അപ്പോൾ യെല്ലോ വേവ് ലെങ്ത്ത് കറക്റ്റ് റെറ്റിനയിൽ വന്ന് വീഴുന്ന സമയത്ത് പേഷ്യൻറ്റിന് റെഡും ഗ്രീനും ഒരേപോലെ ആയിരിക്കും കാണാൻ പറ്റുക. ഇറ്റ്സ് ഈക്വൽ ആയിരിക്കും. സോ ഇതാണ് ഈ ഒരു ഡുവോക്രോം ടെസ്റ്റിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയാം. അപ്പോൾ ഈ കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി പ്രിൻസിപ്പിൾ പറയുന്ന സമയത്ത് ഞാൻ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇമേജ് ഫോർമേഷൻ വേണമെങ്കിൽ ഒന്നും കൂടി നോക്കാം. മയോപ്പി ഉള്ള ഒരാൾക്ക് മുന്നിലായിരിക്കും ഇമേജ് ഒന്ന് വീഴുക. ഓക്കെ, അതുപോലെ തന്നെ ഹൈപ്പർമെട്രോപ്പി ഉള്ള ഒരാൾക്ക് ബിഹൈൻഡിലേക്കായിരിക്കും വന്ന് വീഴുക. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു എക്സാമ്പിൾ വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. റെഡ് നമ്മൾ പറഞ്ഞു, റെഡ് ഹയർ വേവ് ലെങ്ത് ആണല്ലേ. അപ്പോൾ ഹയർ വേവ് ലെങ്ത് ആയിട്ടുള്ള മയോപ്പി ഉള്ള ഒരാൾക്ക് ഇവിടെ വന്ന് ഇമേജ് വീഴുന്ന സമയത്ത് മുന്നിലേക്ക് വന്ന് വീഴുമ്പോൾ റെഡ് വേവ് ലെങ്ത് എവിടെയായിരിക്കും വന്ന് വീഴുക? റെറ്റിനയിലായിരിക്കും വന്ന് വീഴുക. യെല്ലോ എവിടെയായിരിക്കും വന്ന് വീഴുക? സെൻറ്ററിലായിരിക്കും വന്ന് വീഴുക. ഓക്കെ, യെല്ലോ ഇവിടെ സെൻറ്ററിൽ വന്ന് വീഴും. ഗ്രീൻ വേവ് ലെങ്ത് എവിടെയായിരിക്കും വീഴുക? ഇതിൻ്റെ ഫ്രണ്ടിൽ ഇവിടെയായിരിക്കും വന്ന് വീഴുക. ഓക്കെ, അപ്പോൾ പേഷ്യൻറ്റ് ക്ലിയർ ആയിട്ടുള്ള ഏതാ? റെഡാണ് ക്ലിയർ ആവുക. ഇനിയിപ്പോൾ അതേപോലെ തന്നെ ഹൈപ്പർമെട്രോപ്പി വരുന്ന സമയത്ത് ഇമേജ് ഇവിടെ വന്ന് വീഴുന്നു. ഇപ്പോൾ ഇമേജ് ഇവിടെ വന്ന് വീഴുക എന്ന് പറഞ്ഞാൽ ഗ്രീന് കറക്റ്റ് റെറ്റിനയിലായിരിക്കും ഇരിക്കുക, യെല്ലോ ഇവിടെ ആയിരിക്കും ഇരിക്കുക. യെല്ലോ വേവ് ലെങ്ത് കറക്റ്റ് ഇവിടെ ഇരിക്കും, റെഡ് നേരെ പോയിട്ട് ബാക്കിലേക്കും വീഴും. അപ്പോൾ പേഷ്യൻറ്റിന് ക്ലിയർ ആവുന്ന ഏതായിരിക്കും? ഗ്രീൻ ആയിരിക്കും. സോ ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ പേഷ്യൻറ്റിന് ക്ലിയർ ആണോ അതാണോ ഇതാണോ എന്നൊക്കെ ചോദിക്കുന്നത്. അതായത് ഏത് ഭാഗമാണ് ക്ലിയർ ആവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വെച്ചിട്ടായിരിക്കും പേഷ്യൻറ്റ് മനസ്സിലാക്കുന്നത്. ഇതുകൊണ്ടാണ് അവർക്ക് ഗ്രീൻ ക്ലിയർ ആയിട്ടും റെഡ് ക്ലിയർ ആയിട്ടും കാണുന്നത്. അപ്പോൾ നമ്മൾ സ്പെറിക്കൽ പവർ കൊടുക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ലീസ്റ്റ് മൈനസ് കൊടുക്കണം, മാക്സിമം പ്ലസ് കൊടുക്കണം. എന്തുകൊണ്ടാണ് നമ്മൾ ലീസ്റ്റ് മൈനസ് കൊടുക്കുന്നതെന്നും എന്തുകൊണ്ടാണ് നമ്മൾ മാക്സിമം പ്ലസ് കൊടുക്കാൻ പറയുന്നതെന്നും ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ഒരു ഫോഗിങ്ങിൻ്റെ വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആണ്. അതിൽ ഞാൻ പക്ഷേ എല്ലാ കാര്യങ്ങളും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഇത് പ്യുവർലി നമ്മുടെ അക്കോമഡേഷൻ റിലേറ്റഡ് ആയിട്ടാണ് നമ്മൾ പറയുന്നത്. എന്തുകൊണ്ടാണ് മൈനസും പ്ലസും ലീസ്റ്റായിട്ടും മാക്സിമം ആയിട്ടും കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഇറ്റ്സ് ഡിപ്പെൻഡ്സ് ഓൺ അക്കോമഡേഷൻ. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. രണ്ട് സാഹചര്യത്തിലാണ്, രണ്ട് പോയിന്റിൽ നമുക്ക് ഈ ടെസ്റ്റ് ചെയ്യാം. അതായത് റിഫ്രാക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് നമുക്ക് ഇപ്പോൾ നമ്മൾ റിഫ്രാക്ഷൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് എപ്പോഴും ഒരു സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഉണ്ടാവും. ഒന്നുമല്ല നിങ്ങൾ റെറ്റിനോസ്കോപ്പി നോക്കും, അല്ലെങ്കിൽ നിങ്ങൾ AR എടുക്കും. അപ്പോൾ AR എടുക്കുന്ന സമയത്ത് എനിക്കിപ്പോൾ ഒരു +1.50 കിട്ടി, ഒരു -0.50 at 90 ആണെന്ന് വിചാരിക്കുക എനിക്ക് കിട്ടിയിരിക്കുന്ന റിഫ്രാക്ഷൻ. അപ്പോൾ ഞാൻ റിഫ്രാക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. റിഫ്രാക്ഷൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എനിക്കൊരു +1 പേഷ്യൻറ്റ് 66 വായിച്ചു. ഓക്കെ, +1 -0.50 90 ഉണ്ട്, സിലിണ്ടറിക്കൽ അങ്ങനെ തന്നെയുണ്ട്. +1 എനിക്ക് 66 വായിച്ചു. അപ്പോൾ ഇതാണ് എൻ്റെ ഇനിഷ്യൽ ഡിറ്റർമിനേഷൻ ഓഫ്
ദ ബെസ്റ്റ് വിഷൻ സ്ഫിയർ എന്ന് പറയുന്നത്. എനിക്ക് ബെസ്റ്റ് വിഷൻ സ്ഫിയർ കിട്ടുന്നത്, അതായത് എനിക്ക് 6/6 ഗുഡ് വിഷൻ എന്ന് പറഞ്ഞാൽ 6/6 ആണല്ലോ. ഈ 6/6 എനിക്ക് ഇനിഷ്യലി കിട്ടിയത് +1 വെച്ചപ്പോഴാണ്. ഓക്കെ, അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ -0.50 സില്ലും കൂടി ഇട്ടു, 19 ആക്സിസും ഇട്ടു. അപ്പോൾ prior to the use of Jackson-Crowe cylinder to ensure the circle of least confusion is on the retina prior to the use of JCC. നമുക്ക് JCC ചെയ്യുന്നതിന് മുന്നേ, അതായത് JCC എന്തിനാണെന്ന് ഞാൻ മുന്നേ പറഞ്ഞു, ഈ സിലിണ്ടറിക്കൽ പവർ റിഫൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ JCC യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ സിലിണ്ടറിക്കൽ പവർ റിഫൈൻ ചെയ്യുന്നതിന് മുന്നേ എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ആദ്യം തന്നെ എനിക്ക് വേണമെങ്കിൽ ഈ സ്ഫെറിക്കൽ പവർ അങ്ങ് റിഫൈൻ ചെയ്യാം. ഇതാണ് ഒന്നാമത്തെ മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം JCC ചെയ്തു, ഫസ്റ്റ് JCC ചെയ്തു, അത് കഴിഞ്ഞിട്ട് രണ്ടാമതായിട്ട് നമുക്ക് സ്ഫെറിക്കൽ പവർ റിഫൈൻ ചെയ്യാം. ആഫ്റ്റർ ദ യൂസ് ഓഫ് JCC സിലിണ്ടറിക്കൽ പവർ റിഫൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമ്മുടെ സ്ഫെറിക്കൽ പവർ ഫൈനലൈസ് ചെയ്യാം. അപ്പോൾ ഈ രണ്ട് പോയിന്റിൽ നമുക്ക് യൂസ് ചെയ്യാം. ഒന്നുമല്ലെങ്കിൽ JCC യൂസ് ചെയ്യുന്നതിന് മുന്നേ, അല്ലെങ്കിൽ JCC യൂസ് ചെയ്ത് റിഫ്രാക്ഷൻ ഫൈനലൈസ് ചെയ്യുന്നതിന് മുന്നേ, കണ്ണട കൊടുക്കുന്നതിൻ്റെ തൊട്ട് മുന്നിലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് റിഫൈൻ ചെയ്യാം. ഇനി ഇവിടെ സർക്കിൾ ഓഫ് ലീസ്റ്റ് കൺഫ്യൂഷൻ എന്ന് പറഞ്ഞൊരു പോയിന്റ് വരുന്നുണ്ട്. അതെന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറയാം. സർക്കിൾ ഓഫ് ലീസ്റ്റ് കൺഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സിലിണ്ടറിക്കൽ ലെൻസിൽ ഇമേജ് ഫോം ചെയ്യുന്ന ആ ഒരു എന്താ പറയുക, ആ ഒരു ഇമേജ് ഫോർമേഷന് നമ്മൾ സ്റ്റെംസ് കോണോയിഡ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട് അല്ലേ. അതായത് രണ്ട് മെറിഡിയനിൽ നിന്നും രണ്ട് തരത്തിലുള്ള ലൈറ്റ് റേസ് ആയിരിക്കും വരിക. ഇതെൻ്റെ വെർട്ടിക്കൽ മെറിഡിയൻ, ഓക്കെ, ഇതെൻ്റെ ഹൊറിസോണ്ടൽ മെറിഡിയൻ. ഈ ഹൊറിസോണ്ടൽ മെറിഡിയനിൽ നിന്ന് പോകുന്ന ലൈറ്റ് റേസ് നേരെ ബാക്കിലേക്ക് പോയിട്ട് ഇവിടെ ഒരു ഹൊറിസോണ്ടൽ ഇമേജ് ഫോം ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു ഹൊറിസോണ്ടൽ ഇമേജും വെർട്ടിക്കൽ മെറിഡിയനിൽ നിന്ന് പോകുന്ന ലൈറ്റ് റേസ് എല്ലാം കൂടി കൂടിയിട്ട് ഇവിടെ ഒരു വെർട്ടിക്കൽ ഇമേജ് ഫോം ചെയ്യുന്നുണ്ട്. കണ്ടോ, ഇവിടെ ഒരു വെർട്ടിക്കൽ ഇമേജ് ഫോം ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ നടുവിലായിട്ട് ഇവിടെയായിട്ട് ഒരു സർക്കിൾ ഫോം ചെയ്യും, കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ. സോ അതിനെയാണ് സർക്കിൾ ഓഫ് ലീസ്റ്റ് കൺഫ്യൂഷൻ എന്ന് പറയുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷേപ്പിൽ ഡിഫറൻസ് ഇല്ലാതെ, അതായത് വെർട്ടിക്കലി ഓവലും അല്ല ഹൊറിസോണ്ടലും അല്ലാതെ കറക്റ്റ് ഷേപ്പിൽ, കറക്റ്റ് റൗണ്ടായിട്ട് നമുക്കൊരു ഒബ്ജക്റ്റിനെ കാണാൻ പറ്റുന്ന ആ ഒരു പോയിന്റിനെയാണ് സർക്കിൾ ഓഫ് ലീസ്റ്റ് കൺഫ്യൂഷൻ എന്ന് പറയാം. ഓക്കെ, സർക്കിൾ ഓഫ് ലീസ്റ്റ് കൺഫ്യൂഷൻ. അപ്പോൾ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ രണ്ട് സാഹചര്യത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, JCC ചെയ്യുന്നത്. ഒന്നും അല്ലെങ്കിൽ ജാക്സൺ-ക്രോവ് സിലിണ്ടറിന് മുന്നേ, അല്ലെങ്കിൽ JCC കഴിഞ്ഞിട്ട്. ഓക്കെ, ഇനി നമുക്ക് പ്രിൻസിപ്പിൾ നോക്കാം. പ്രിൻസിപ്പിൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഡുവോക്രോം ടെസ്റ്റ് വർക്ക് ചെയ്യുന്നത് ബേസിസ് ഓഫ് ക്രോമാറ്റിക് അബറേഷൻ ആണ്. പേര് തന്നെയുണ്ട്, ക്രോമാറ്റിക് അബറേഷൻ. ഇതിൽ നമുക്ക് രണ്ട് തരത്തിലുള്ള കളേഴ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒന്ന് ഗ്രീൻ കളർ, അതിൻ്റെ വേവ് ലെങ്ത്ത് പറയുന്നത് വെച്ചാൽ 535 നാനോമീറ്റർ. അതുപോലെ തന്നെ റെഡ് കളർ, വേവ് ലെങ്ത്ത് പറയുന്നത് 620 നാനോമീറ്റർ. ഈ രണ്ട് കളറുകൾ നമ്മൾ യൂസ് ചെയ്യുന്നു. ഇനി റെഡ് ആൻഡ് ഗ്രീൻ വേവ് ലെങ്ത്ത് ആർ ഡയോപ്ട്രിക്കലി ഈക്വഡിസ്റ്റൻറ്റ്, അപ്രോക്സിമേറ്റ്ലി 0.25 ഡയോപ്റ്റർ ഫ്രം ദ യെല്ലോ വേവ് ലെങ്ത്ത്. യെല്ലോ വേവ് ലെങ്ത്ത് വരുന്നത് 570 നാനോമീറ്റർ ആണ്. ദ ലോങ്ങർ വേവ് ലെങ്ത് റെഡ് ഈസ് റിഫ്രാക്റ്റഡ് ലെസ് ദാൻ ദ ഷോർട്ടർ ഗ്രീൻ. ഓക്കെ, ഇതെന്താണെന്ന് ഞാൻ പറയാം, ഇതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. ഇതിലെന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ യെല്ലോ ലൈറ്റ് കറക്റ്റ് സെൻറ്ററിൽ വന്ന് വീഴുന്നുണ്ട്, റെഡ് ബാക്കിലേക്കും ഗ്രീന് ഫ്രണ്ടിലേക്കും വന്ന് പ്ലേസ് ആവുന്നുണ്ട് അല്ലേ. ഇനി നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാം, ഈ യെല്ലോയിൽ നിന്ന് ഗ്രീനിലേക്കുള്ള ഡിസ്റ്റൻസും ഈ ഒരു ഡിസ്റ്റൻസും റെഡിലേക്കുള്ള ഡിസ്റ്റൻസും സെയിം ഡിസ്റ്റൻസ് ആണ് അല്ല. ഇവിടെ നിന്ന് ഞാനിപ്പോൾ ഒരു സെൻറ്റിമീറ്റർ സ്കെയിൽ വെച്ചിട്ട് മെഷർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇതിപ്പോൾ കറക്റ്റ് സെൻറ്റർ ആണെന്നുണ്ടെങ്കിൽ, ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസും ഇറ്റ് ഈസ് ഈക്വൽ. ഓക്കെ, അതാണ് ഈ ഒരു ഇൻ്റർവെല്ലിനെയാണ് നമ്മൾ ക്രോമാറ്റിക് ഇൻ്റർവെൽ എന്ന് പറയുക. ആൻഡ് ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ഈക്വൽ ടു 0.50 ഡയോപ്റ്റർ. ഓക്കെ, ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.50 ഡയോപ്റ്റർ ആണ്. അപ്പോൾ ഇതിനെ ഞാൻ പകുതിക്ക് വെച്ച് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്രയായിരിക്കും വരിക, 0.25 വരും അല്ലേ. 0.25 ഇങ്ങോട്ടും 0.25 ഇങ്ങോട്ടും. സോ അതുകൊണ്ടാണ് യെല്ലോ വേവ് ലെങ്ത്ത് റെഡിൽ നിന്നും ഗ്രീനിൽ നിന്നും ഈക്വൽ ഡിസ്റ്റൻ്റ് ആണെന്ന് പറയുന്നത്. ആ ഒരു ഡിസ്റ്റൻസ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 0.25 ഡയോപ്റ്റർ ആണ് അവിടെ വരുന്ന ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ആ ഒരു ഡിസ്റ്റൻസ് നമ്മളിവിടെ പറയുന്നുണ്ട്, അതാണ് 0.25 എന്ന് പറയുന്നത്. ഇനി ഇറ്റ് ഈസ് അസ്യൂംഡ് ദാറ്റ് ബെസ്റ്റ് വിഷൻ ഈസ് അറ്റൈൻഡ് വെൻ ദ യെല്ലോ വേവ് ലെങ്ത് ആർ ഫോക്കസ്ഡ് ഓൺ ദ റെറ്റിന. ഞാൻ പറഞ്ഞു ഓൾറെഡി,
നമുക്ക് ബെസ്റ്റ് വിഷൻ കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെല്ലോ വേവ് ലെങ്ത്ത് കറക്റ്റ് ഓൺ ദി റെറ്റിന അല്ലേ, ഫോക്കസ് ഓൺ ദി റെറ്റിന, കറക്റ്റ് റെറ്റിനയിൽ വന്ന് വീഴുമ്പോഴാണ് നമുക്ക് ബെസ്റ്റ് ആയിട്ടുള്ളൊരു വിഷൻ കിട്ടുന്നത്. ഇനി ഡ്യൂറിങ് ദ ഫൈനൽ സ്ഫിയർ അഡ്ജസ്റ്റ്മെൻറ്റ് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ഫൈൻഡ് ദ ലീസ്റ്റ് മൈനസ് കറക്ഷൻ. നമ്മൾ സ്ഫെറിക്കൽ പവർ റിഫൈൻ ചെയ്യുമ്പോൾ എപ്പോഴും മൈനസ് കൊടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, കാരണം എപ്പോഴും ലീസ്റ്റ് കറക്ഷൻ വേണം കൊടുക്കാൻ. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു അക്കോമഡേഷൻ. അതെന്താണെന്ന് ഞാൻ പറയുന്നില്ല, കാരണം അത് പറഞ്ഞാൽ കുറേ ലെങ്ത് ആവും വീഡിയോ. ഓക്കെ, അക്കോമഡേഷൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് കൊണ്ട് ലീസ്റ്റ് ആയിട്ടുള്ള മൈനസ് പവർ വേണം എപ്പോഴും നമ്മൾ ചൂസ് ചെയ്യാൻ. ഇനി ദ ഐ ടിപ്പിക്കലി ഫോക്കസ് നിയർ ദ മിഡ് പോയിൻ്റ് ഓഫ് സ്പെക്ട്രം. മിഡ് പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, യെല്ലോ വേവ് ലെങ്ത്ത് ബിറ്റ്വീൻ ദ റെഡ് ആൻഡ് ഗ്രീൻ വേവ് ലെങ്ത്ത്. റെഡിൻ്റെയും ഗ്രീനിൻ്റെ ഇടയിലാണ് ആര് വരുന്നത്, യെല്ലോ വേവ് ലെങ്ത്ത് വരുന്നത്. സോ വിത്ത് ഒപ്റ്റിമൽ സ്ഫെറിക്കൽ കറക്ഷൻ, ഏറ്റവും ഒപ്റ്റിമലായിട്ടുള്ള ഏറ്റവും പ്രിസൈസ് ആയിട്ടുള്ള സ്ഫെറിക്കൽ കറക്ഷൻ നമുക്ക് ആവശ്യമാണ്. ദ ലെറ്റേഴ്സ് ഓൺ ദ റെഡ് ആൻഡ് ഗ്രീൻ ഹാഫ്സ് ഓഫ് ദ ചാർട്ട് അപ്പിയർ ഈക്വലി ഷാർപ്പ്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് സാധനങ്ങൾ കാണാം, അതായത് ലെറ്റേഴ്സ്. ഓക്കെ, നമ്മുടെ ചാർട്ട് ഡുവോക്രോൺ ചാർട്ടിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ലെറ്റേഴ്സും ഉണ്ടാവും, അതുപോലെ നമ്പേഴ്സും ഉണ്ടാവും. ഓക്കെ, അത് ഞാൻ പ്രൊസീജിയർ പറയുമ്പോൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. നമുക്കിത് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള എക്യുപ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിഷൻ ഡ്രമ്മിനകത്ത് താഴെ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള സിമ്പിൾസ് ഉണ്ട്. ഇത് നമ്മൾ ഡുവോക്രോമിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇനി നിങ്ങൾ റിമോട്ട് ടൈപ്പ് മോണിറ്റർ പ്രൊജക്ഷനാണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ, അതാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഡുവോക്രോം ചൂസ് ചെയ്യാം. ഇനി പഴയ ചില ഹോസ്പിറ്റലിൽ ഈ ഡ്രം യൂസ് ചെയ്യുന്നുണ്ട്, ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നത്. ആ ഡ്രമ്മിനകത്ത് ഈ സൈഡിലുള്ള ഈ ഒരു കോർണറിലുള്ള ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഫോർ ഡുവോക്രോം. ഇത് രണ്ടും ഡുവോക്രോമിനുള്ള, ഇത് വേർത്ത് ഡോട്ട് ടെസ്റ്റ് ആണ്. ഇതാണ് താഴെയുള്ള, ഇതാണ് നമ്മൾ ഡുവോക്രോമിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി ഈ ലെക്ചറിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം, ഓക്കെ, ലെറ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. അതായത് നമ്മുടെ പേഷ്യൻ്റ് റെഡ് ക്ലിയർ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കണം, റെഡ് ക്ലിയർ ആയിട്ട് പറയുമ്പോൾ റെഡ് ആഡ് മൈനസ്. റെഡ് ക്ലിയർ ആണെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കണം, ആഡ് മൈനസ് ചെയ്ത് കൊടുക്കണം. ഇനി അല്ല പ്ലസ് ഗ്രീൻ ക്ലിയർ ആണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കണം, ഗ്യാപ്പ്, ഗ്രീൻ ആഡ് പ്ലസ്. ഇത് നമ്മൾ മറന്നു പോരുത്. ഇതെന്താണെന്നാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഞാൻ ആ റേ ഡയഗ്രത്തിനകത്ത് പറഞ്ഞല്ലോ, ഹൈപ്പർമെട്രോപ്പിയുടെ ഇമേജ് ഫോർമേഷൻ എങ്ങനെയാണ്, മയോപ്പിയുടെ ഇമേജ് ഫോർമേഷൻ എങ്ങനെയാണ്. അപ്പോൾ ആ പുറത്തേക്കുള്ള റേനെ ഉള്ളിലേക്കാക്കുക, ഉള്ളിലേക്ക് വീണ റേനെ കറക്റ്റ് റെറ്റിനയിലാക്കുക. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ആഡ് മൈനസും ആഡ് പ്ലസ്സും ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഓർത്ത് വെക്കുക, റാം ഗ്യാപ്പ് എന്ന് ഇപ്പോഴും ഓർത്ത് വെക്കുക. സോ ഇറ്റ് ഈസ് ഫോർ റെഡ് ആഡ് മൈനസ് ആൻഡ് ഗ്രീൻ ആഡ് പ്ലസ്. ഓക്കെ, പി എന്ന് പറഞ്ഞാൽ ഗ്രീൻ ആഡ് പ്ലസ്. ഇത് മറന്നു പോകരുത്. ഇത് മറന്നു പോയിക്കഴിഞ്ഞാൽ പിന്നെ ഈ ടെസ്റ്റ് കൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. ഓക്കെ, ഇനി നമുക്ക് പ്രൊസീജിയർ പറയാം. പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, എല്ലാവരും ചെയ്യുന്നതാണ്. ചിലപ്പോൾ കുറച്ച് കാര്യങ്ങളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. ആദ്യം പറയുന്നതെന്ന് വെച്ചാൽ ഒക്ലൂഡ് 1 ഐ. ഞാൻ പറഞ്ഞതൊരു മോണോക്കുലർ ടെസ്റ്റാണ്. നമ്മളെപ്പോഴും ചെയ്യുമ്പോൾ ഒരു കണ്ണ് അടച്ചു വെക്കുക, ലൈറ്റ് ടേൺ ഓഫ് ചെയ്യാം. ടേൺ ഓഫ് ദി ലൈറ്റ് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയലേറ്റ് ദ പ്യൂപ്പിൾ. ലൈറ്റ് ടേൺ ഓഫ് ആവുന്ന സമയത്ത് പ്യൂപ്പിൾ ഡയലേറ്റ് ആവും, വിച്ച് ഇൻക്രീസസ് ദ ക്രോമാറ്റിക് അബറേഷൻ. അപ്പോൾ പ്യൂപ്പിൾ ഡയലേറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താവും, കണ്ണിൽ ക്രോമാറ്റിക് അബറേഷൻ ഇൻക്രീസ് ആവും. ആസ്ക് ദ പേഷ്യൻറ്റ്, ആർ ദ റിങ്സ്, ലെറ്റേഴ്സ്, ഡോട്ട്സ് ക്ലിയറർ ആൻഡ് ബാക്കർ ഓൺ ദ റെഡ് ഓൺ ദ ഗ്രീൻ. ഓക്കെ, നോക്കിക്കാൻ നമ്മൾ ചോദിക്കുന്ന ചോദ്യം, നമുക്ക് നമ്മുടെ ചാർട്ടിൽ ലെറ്റേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ റിങ്സും ഉണ്ട്. ഓക്കെ, ഇതിൽ കറക്റ്റ് ക്ലിയർ ആവുന്നത് അല്ലെങ്കിൽ ഏറ്റവും ഡാർക്കർ ആവുന്നത് ഏത് ഭാഗത്തേക്കാണെന്നാണ് നമ്മൾ ചോദിക്കുന്നത്. നമ്മുടെ ചാർട്ടൊന്ന് നോക്കാം. ഇതിന് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ലെറ്റേഴ്സും അതുപോലെ തന്നെ സർക്കിൾസും ഉണ്ടാവും. ഇപ്പോൾ ഇതെന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, സർക്കിൾ ഓഫ് ലീസ്റ്റ് കൺഫ്യൂഷൻ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് അസ്റ്റിഗ്മാറ്റിസ് ഉള്ള കണ്ടീഷനിൽ കറക്റ്റ് റൗണ്ടഡ് ആയിട്ടുള്ള ഒരു ഇമേജ് ഫോം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ കറക്റ്റ് സർക്കിൾ ഓഫ് ലീസ്റ്റ് കൺഫ്യൂഷൻ നമ്മുടെ റെറ്റിനയിലാണെന്നുണ്ടെങ്കിൽ ഈ ഷേപ്പും എന്തായിട്ടായിരിക്കും അവർക്ക് ഫീൽ ചെയ്യുക, കറക്റ്റ് റൗണ്ട് ആയിട്ടായിരിക്കും ഫീൽ ചെയ്യുക. ഓക്കെ, ഇനിയിപ്പോൾ സർക്കിൾ ഓഫ് ലീസ്റ്റ് കൺഫ്യൂഷൻ മുന്നിലേക്കോ ബാക്കിലേക്കോ ആണെന്നുണ്ടെങ്കിൽ എന്താവും, ഈ ഷേപ്പ് അവരൊന്നുമല്ലെങ്കിൽ എന്താ പറയുക വേർട്ടിക്കലി ഓവലാന്ന് പറയും. ചിലപ്പോൾ അവർ കാണുന്നത് ഈ ഒരു രീതിക്കായിരിക്കും, ചിലപ്പോൾ അവർ കാണുന്നത് സർക്കിൾ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും ഇരിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ സർക്കിൾ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും ഇരിക്കുക, വെർട്ടിക്കലി ഓവലായിട്ടായിരിക്കും ഇരിക്കുക. കറക്റ്റ് റെറ്റിനയിൽ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് ഈ ഷേപ്പ് അവർ കറക്റ്റ് റൗണ്ട് ആണെന്ന് പറയും. അതുപോലെ തന്നെ നമ്പേഴ്സും അവർക്ക് ക്ലിയർ ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഷേപ്പും നമ്പറും ഈ ചാർട്ടിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ,
ഇനി അടുത്തത് പറയുന്നതെന്ന് വെച്ചാൽ ഇഫ് ദ റിങ്സ് ഓൺ ദ ഗ്രീൻ ആർ ക്ലിയറർ, ഗ്രീൻ ക്ലിയർ ആവുകയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയണ്ട എന്താ ചെയ്യേണ്ടത്, ഗ്രീൻ ക്ലിയർ ആവുകയാണെന്ന് പറഞ്ഞാൽ ഗ്രീൻ ക്ലിയർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാപ്പ്, ഗ്രീൻ ആറ്റ് പ്ലസ്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ മൈനസിലേക്കാണ് പോകുന്നത്. പേഷ്യൻ്റ് പറയാണ് പേഷ്യൻറ്റിന് റെഡ് കളറാണ് ക്ലിയർ ആയിട്ട് കാണുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കണം, റെഡ് ആഡ് മൈനസ് 0.25 നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കണം, കുറച്ച് കൊടുക്കണം. ഈ പ്ലസ് 0.25 എങ്ങനെയാണ് വന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡയോപ്ട്രിക്കലി ഈക്വൽ ഡിസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. യെല്ലോയിൽ നിന്ന് റെഡിലേക്കും ഗ്രീനിലേക്കുമുള്ള ഡിസ്റ്റൻസ് ആണ് 0.25 എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, 0.25 കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നത്. മനസ്സിലായോ? ഇനി ഇഫ് മോർ ദാൻ പ്ലസ് ഓർ മൈനസ് 0.50 ഡയോപ്ട്രി ഈസ് റിക്വയർഡ് ടു ബാലൻസ്, ദിസ് ഈസ് usually indicated the duochrome test is not reliable for this patient and should be ignored. നമ്മൾ പേഷ്യൻറ്റിന് റിഫ്രാക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പേഷ്യൻറ്റിൻ്റെ ഞാൻ കൊടുത്തിരിക്കുന്ന ബെസ്റ്റ് വിഷൻ സ്ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ +1 ആയിരുന്നു. +1 പേഷ്യൻറ്റ് 6 വായിക്കുന്നുണ്ട്. ഞാൻ പേഷ്യൻറ്റിന് ഡുവോക്രോം ടെസ്റ്റ് കാണിച്ചപ്പോൾ പേഷ്യൻ്റ് ആദ്യം പറഞ്ഞു എനിക്ക് ഗ്രീൻ ആണ് കൂടുതൽ ക്ലിയർ ആയിട്ട് കാണുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് കൊടുക്കണം, ഗ്രീൻ ആഡ് ചെയ്ത് കൊടുക്കണം. ഗ്രീൻ ആഡ് ചെയ്ത് കൊടുത്തു, 0.25 ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ എൻ്റെ ഫൈനൽ പവർ 1.25 ആയി. പക്ഷേ പേഷ്യൻറ്റ് പറയാണ് ഗ്രീൻ ആഡ് ചെയ്ത് കൊടുത്തു 1.25 ആക്കി. അപ്പോൾ പേഷ്യൻറ്റ് പറയുന്നത് എനിക്ക് പിന്നെയും ഗ്രീനാണ് ക്ലിയർ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അടുത്ത ഒരു 25 കൂടി ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ എൻ്റെ ടോട്ടൽ പവർ +1.50 ആയി. പിന്നെ എൻ്റെ പേഷ്യൻറ്റ് പറയണം ഇനി എനിക്ക് കൂടുതൽ ക്ലിയർ ആയിട്ട് തോന്നുന്നത് ഗ്രീനാണ്. അപ്പോൾ എൻ്റെ പവർ എത്രയായി, 0.75 ആയി. അപ്പോൾ നോക്കി ഇവിടുത്തെ ഡയോപ്ട്രിക് ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 75 ആയി. ഓക്കെ, അപ്പോൾ 75 ആയപ്പോൾ എൻ്റെ പേഷ്യൻറ്റ് പറയുകയാണ് ഓക്കെ ഇപ്പോൾ എനിക്ക് ക്ലിയർ ആവുന്നുണ്ട്, ഇപ്പോൾ എനിക്ക് ഈക്വലി ക്ലിയർ ആവുന്നുണ്ട്. പക്ഷേ ഈ ഒരു കണ്ടീഷനിൽ ഈ ഒരു 0.75 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റിലയബിൾ ആയിരിക്കില്ല. കാരണം ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് 0.50 കൂടുതലാണ്. അപ്പോൾ അതാണ് ഈ ഒരു പോയിന്റ് പറയുന്നത്. അതായത് നമ്മൾ ബാലൻസ് ചെയ്യുന്ന സമയത്ത് 0.50 കൂടുതൽ നമ്മൾ ബാലൻസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കണ്ടീഷനിൽ ഈ ഒരു ടെസ്റ്റ് റിലയബിൾ ആയിരിക്കില്ല. ഇനി use the additional lens power suggested by duochrome test and double check whether the additional power is preferred by the patient using the plus minus technique of best vision sphere assessment. നമ്മൾ പറഞ്ഞു ഈ ഒരു ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നത് മോണോക്കുലർലി ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഫൈനലി നമുക്ക് കിട്ടിയിരിക്കുന്ന പവർ ഇപ്പോൾ +1 ഈ ഒരു എക്സാമ്പിൾ തന്നെ നോക്കാം. +1 ഡയോപ്ട്രിക് സ്ഫിയർ പറഞ്ഞപ്പോൾ ആ പേഷ്യൻറ്റിന് ഗ്രീൻ ആയിരുന്നു ക്ലിയർ. പക്ഷേ ഞാൻ +1.25 ആക്കിയപ്പോൾ പേഷ്യൻറ്റ് പറയാണ് ഗ്രീനും അതുപോലെ തന്നെ റെഡും ഈക്വലായിട്ടാണ് പേഷ്യൻറ്റിന് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഫൈനൽ പവർ എത്രയായിരിക്കണം, +1.25 ആയിരിക്കണം. പക്ഷേ ഞാൻ പറഞ്ഞു ഇതൊരു മോണോക്കുലർ ടെസ്റ്റാണ്. നമ്മൾ ബൈനോക്കുലറിലും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അതായത് ബൈനോക്കുലർ ബാലൻസിങ്ങും കൂടി ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഈ ഒരു പവർ ഫൈനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ പ്രൊസീജിയറിൽ പറയാനുള്ളത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഒരു എക്സാമ്പിളാണ്. എക്സാമ്പിൾ 2 കണ്ടീഷൻ വെച്ചിട്ട് പറയാം. ആദ്യം പറയുന്ന കണ്ടീഷനിൽ എൻ്റെ പേഷ്യൻറ്റിൻ്റെ പവർ +1 ആണെന്ന് വിചാരിക്കുക. +1. രണ്ടാമത്തെ കണ്ടീഷൻ +2. ഓക്കെ, നമുക്ക് ആദ്യത്തെയും രണ്ടാമത്തെയും കണ്ടീഷൻ വെച്ചിട്ട് നോക്കാം. ഫസ്റ്റ് കേസ്, അപ്പോൾ ഞാൻ എൻ്റെ കണ്ണിൽ വെച്ചിരിക്കുന്ന പവർ, ഇപ്പോൾ ഈ കണ്ണിൻ്റെ ഉള്ളിലുള്ള പവർ ലെൻസ് ഉണ്ട്. ആ ലെൻസിൻ്റെ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ +1 ആണ്. +1 വെച്ചു. ഈ കണ്ണ് ഞാൻ ഒക്ലൂഡ് ചെയ്തു, ഈ കണ്ണ് ഞാൻ അടച്ചു വെച്ചു. ഈ കണ്ണിൽ ഇപ്പോൾ എൻ്റെ ലെൻസില്ല, എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. മോണോക്കുലറിൽ ചെയ്തു, ലൈറ്റ് ഓഫാക്കി. പേഷ്യൻറ്റ് പറയാണ് പേഷ്യൻറ്റിന് ഗ്രീൻ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട്, ഗ്രീൻ കളർ ഈസ് മോർ ക്ലിയർ. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് കൊടുക്കണം, ഗ്രീൻ ആണ്, GAP ഗ്യാപ്പ്. ഓക്കെ, 0.25 ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ എൻ്റെ ഫൈനൽ ഇതിനകത്തേക്ക് ഒരു 0.25 ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ പേഷ്യൻറ്റ് പറയാണ് ഓക്കെ ഇപ്പോൾ എനിക്ക് എന്തായി കാണാം, ഗ്രീനും റെഡും സെയിം ആയിട്ടാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ എൻ്റെ ഫൈനൽ പ്രിസ്ക്രിപ്ഷൻ എത്രയായിരിക്കും വരിക, +1.25 ആയിരിക്കും വരിക. ഓക്കെ, ഇനി രണ്ടാമത്തെ കണ്ടീഷനിൽ ഞാൻ പേഷ്യൻറ്റിനെ +2 വെച്ചു. +2 വെച്ചപ്പോൾ പേഷ്യൻറ്റ് പറയാണ് എനിക്ക് റെഡാണ് കൂടുതൽ ക്ലിയർ ആയിട്ട് കാണുന്നത്, റെഡ് ഈസ് മോർ ക്ലിയർ. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് കൊടുക്കണം, റെഡാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് റാം, റെഡ് ആഡ് മൈനസ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് കൊടുക്കണം, ഒരു -0.25 എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തു. അപ്പോൾ പേഷ്യൻറ്റ് പറയാണ് ഓക്കെ ഇപ്പോൾ എനിക്ക് റെഡും ഗ്രീനും ഈക്വലായിട്ടാണ് കാണുന്നത്. ഓക്കെ, ഇപ്പോൾ എനിക്ക് റെഡും ഗ്രീനും ഈക്വലായിട്ടാണ് കാണുന്നത്. അപ്പോൾ എൻ്റെ ഫൈനൽ പ്രിസ്ക്രിപ്ഷൻ എത്രയായിരിക്കും, +2 നിന്ന് ഈ 0.25 കൂടി കുറച്ചിട്ട് +1.75 ആയിരിക്കും എൻ്റെ ഫൈനൽ പ്രിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ?
ഇനി നമുക്ക് ജസ്റ്റ് നോക്കാനുള്ളത് കോൺട്രാ ഇൻഡിക്കേഷൻസ് ആണ്. കോൺട്രാ ഇൻഡിക്കേഷൻസിൽ പറയുന്നത് നമ്മുടെ വിഷ്വൽ അക്യൂട്ടി 20/40 എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 6/12 താഴെയാണെന്നുണ്ടെങ്കിൽ, വോസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഈ ഒരു ടെസ്റ്റ് റിലയബിൾ ആയിരിക്കണമെന്നില്ല. അതിന് റീസൺ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 6/12 തൊട്ട് മുകളിൽ വരുന്ന ലെറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6/18 അല്ലേ. 6/18 തൊട്ട് മുകളിൽ വരുന്ന ലെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ 6/24. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.50 കൂടുതലാണ്. 0.80 to 6/12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഡിഫറൻസും 0.50 കൂടുതലാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ ഒരു ടെസ്റ്റ് നമുക്ക് അത് ക്ലിയർ ആയിട്ട് അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. പിന്നെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ലെറ്റേഴ്സിൻ്റെ വലിപ്പം, നമ്മൾ യൂസ് ചെയ്യുന്ന ലെറ്റേഴ്സ് ഡുവോക്രോമിൽ യൂസ് ചെയ്യുന്ന ലെറ്റേഴ്സും ഏകദേശം ഒരു 6/12 ആണ് അതിൻ്റെ ലെറ്റർ സൈസ് വരുന്നത്. അപ്പോൾ ബെസ്റ്റ് കറക്ഷൻ അത്ര ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ആ ലെറ്റേഴ്സും പ്രോപ്പറായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഇനി കുറച്ച് കാര്യങ്ങൾ റിമൈൻഡർ ചെയ്യേണ്ടത്, ചില ബുക്സിൽ ചില ആൾക്കാർ ഒരു റൂൾ ഓഫ് തേർഡ് പറയുന്നുണ്ട്, റൂൾ ഓഫ് തമ്പ് എന്നൊക്കെ പറഞ്ഞ റൂൾ പറയുന്നുണ്ട്. അതിലെന്താ പറയുന്നത് വെച്ചാൽ ലീവ് യങ്ങർ പേഷ്യൻസ് 1 സ്റ്റെപ്പ് ഇൻ ടു ദി ഗ്രീൻ. നമ്മൾ യങ്ങർ ആയിട്ടുള്ള പേഷ്യൻ്റ് വരുവാണെന്നുണ്ടെങ്കിൽ ഡുവോക്രോം ചെയ്യുന്ന സമയത്ത് ഗ്രീനിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഓൾഡർ പേഷ്യൻസ് ആണെന്നുണ്ടെങ്കിൽ 1 സ്റ്റെപ്പ് ഇൻ ടു ദ റെഡ്. ആൻഡ് സ്യൂഡോഫാക്കിക് പേഷ്യൻ്റ്, കാറ്ററാക്ട് സർജറി കഴിഞ്ഞ് ലെൻസ് ഉള്ള പേഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ 1 സ്റ്റെപ്പ് ഇൻ ടു ദ ഗ്രീൻ. ഇത് നിങ്ങൾ ഫോളോ ചെയ്യണമെന്നില്ല. ഞാൻ കുറച്ച് ബുക്കിലും കുറച്ച് റിസർച്ച് ആർട്ടിക്കിളിലും അങ്ങനെ കണ്ടതുകൊണ്ട് മെൻഷൻ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ. ഇനി റെഡ് ഗ്രീൻ ഡുവോക്രോം ടെസ്റ്റ് is traditionally recommended to verify the spherical endpoint. It may be used prior to determining the cylindrical component of the refraction using Jackson-Crowe cylinder and subsequent to the determination. നമ്മൾ സാധാരണയായിട്ട് ട്രഡീഷണലി നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് വെരിഫൈ ദ സ്പെറിക്കൽ എൻഡ് പോയിൻ്റ് ആണ്. ഓക്കെ, സ്പെറിക്കൽ എൻഡ് പോയിൻറ്റിന് വേണ്ടിയിട്ടാണ്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രിയർ ടു JCC യൂസ് ചെയ്യുന്നതിന് മുന്നേയും ചെയ്യാം, JCC യൂസ് ചെയ്യുന്നതിന് ശേഷവും ചെയ്യാം. ഇനി ബിക്കോസ് ഓഫ് ദ ടെസ്റ്റ് ഈസ് ബേസ്ഡ് ഓൺ ക്രോമാറ്റിക് അബറേഷൻ, ഇത് നമുക്ക് എന്തിനും യൂസ് ചെയ്യാം. കളർ വിഷൻ ഇല്ലാത്ത ആളുകളിലും, അതായത് കളർ ബ്ലൈൻഡ് ആയിട്ടുള്ള ആളുകളിലും നമുക്ക് ഈ ടെസ്റ്റ് യൂസ് ചെയ്യാം. പക്ഷേ അവർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് റെഡും ഗ്രീനും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. പക്ഷേ അവർക്ക് റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും തമ്മിലുള്ള കോൺട്രാസ്റ്റ് ഡിഫറൻസ് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ചിലപ്പോൾ അവർക്ക് ഈ ഒരു ഭാഗം ഡാർക്കറായിട്ട് തോന്നും, ചിലപ്പോൾ ഈ ഒരു ഭാഗം ലൈറ്ററായിട്ട് തോന്നും. അപ്പോൾ അവരത് പറയും, എനിക്ക് റൈറ്റ് സൈഡിലുള്ള ഭാഗം കുറച്ച് കോൺട്രാസ്റ്റ് കൂടുതലും ലെഫ്റ്റ് സൈഡിലുള്ള ഭാഗം കുറച്ച് ലൈറ്ററായിട്ടും തോന്നുന്നുണ്ട്. സോ നമ്മൾ അത് വെച്ചിട്ട് വേണം അവരിൽ റിഫ്രാക്ഷൻ്റെ സ്പെറിക്കൽ പവർ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ. ഇനി ചില കണ്ടീഷനിൽ ഓവർ ആക്റ്റീവ് അക്കോമഡേഷൻ ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ ചില ആൾക്കാർ എന്ത് ചെയ്തുകൊണ്ടിരിക്കും, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ചില ആൾക്കാർക്ക് 0.50 കൂടുതൽ ഡിഫറൻസ് വരും. കാരണം അക്കോമഡേഷൻ ആക്റ്റീവ് ആയിരിക്കും. അപ്പോൾ കൂടുതൽ മൈനസ് നമ്മളിങ്ങനെ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും ഈ ഒരു ടെസ്റ്റ് മാത്രം വെച്ചിട്ട് സ്പെറിക്കൽ പവർ റിഫൈൻ ചെയ്യരുത്. നമ്മൾ നിർബന്ധമായിട്ടും സൈക്ലോപ്ലേജിക് റിഫ്രാക്ഷൻ ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. പിന്നെ വേറൊരു കാര്യം ചോദിക്കാനുള്ളത് വെച്ചാൽ എന്തുകൊണ്ടായിരിക്കും നമ്മൾ ബ്ലൂ വേവ് ലെങ്ത് നമ്മൾ യൂസ് ചെയ്യാത്തത്? നമ്മൾ സ്പെക്ട്രം യൂസ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏറ്റവും കുറഞ്ഞ വേവ് ലെങ്ത് ശരിക്കും ബ്ലൂവിലല്ല വരുന്നത്. 2 റീസൺ കൊണ്ടാണ് നമ്മൾ ഡുവോക്രോം ടെസ്റ്റിൽ ബ്ലൂ യൂസ് ചെയ്യാത്തത്. ഒന്നാമത്തെ റീസൺ ഒരു കോമൺ സെൻസ് വെച്ചിട്ട് പറയുന്നതാണ്. അതായത് നമ്മളിപ്പോൾ ഒരു ബ്ലൂ വേവ് ലെങ്ത്തിനകത്ത്, ഇപ്പോൾ ഈ ഒരു ബ്ലൂ കളറിനകത്ത് ഞാനൊരു ലെറ്റർ എഴുതുകയാണ്, അതുപോലെ തന്നെ റെഡ് ബാക്ക്ഗ്രൗണ്ടിനകത്തും ഒരു ലെറ്റർ എഴുതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ബ്ലൂവിൽ എഴുതിയിരിക്കുന്ന ലെറ്റർ കുറച്ച് ഡാർക്കറായിരിക്കും. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ കാണുന്നില്ലേ, ഈ ബ്ലൂവിനകത്ത് എഴുതിയത് കുറച്ച് ഡാർക്കറായിട്ടായിരിക്കും പേഷ്യൻറ്റിന് ഫീൽ ചെയ്യുക. പക്ഷേ റെഡിനകത്തുള്ളത് പേഷ്യൻറ്റ് എപ്പോഴും ബ്രൈറ്ററായിട്ട് ഫീൽ ചെയ്യും. ഇതാണ് ഒന്നാമത്തെ റീസൺ പറയുന്നത്. രണ്ടാമത്തെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മുടെ സ്പെക്ട്രത്തിൻ്റെ ഡയോപ്ട്രിക്കലി ഈക്വൽ ഡിസ്റ്റൻ്റ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. യെല്ലോയും ഗ്രീനുമായിട്ടുള്ള ഡിസ്റ്റൻസ് ഈക്വൽ ആവുന്നത് ഗ്രീൻ വരുമ്പോഴാണ്. ഇനി ബ്ലൂ ആണെന്നുണ്ടെങ്കിൽ ബ്ലൂ വേവ് ലെങ്ത് ഇവിടെ വരിക. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എന്തായിരിക്കും? ഈ ഡിസ്റ്റൻസ് കൂടുതലായിരിക്കും ദാൻ റെഡ്. ഓക്കെ, അപ്പോൾ ഈ റീസൺ കൊണ്ടാണ് നമ്മൾ ബ്ലൂ വേവ് ലെങ്ത് യൂസ് ചെയ്യാത്തത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഡുവോക്രോമിനെ പറ്റി പറയാനുള്ളത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. പിന്നെ ഒപ്റ്റോമെട്രി വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുള്ളവർക്ക് പേജ് സബ്സ്ക്രൈബ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ഓഫാക്കി ഇടുക. വല്ലപ്പോഴൊക്കെ ആയിരിക്കും നമുക്ക് പഠിക്കാനുള്ള മൂഡ് വരിക. അപ്പോൾ ഈ ചാനലിൽ വീഡിയോ ഒക്കെ ഇടുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി തോന്നും. അപ്പോൾ അതുകൊണ്ട് നോട്ടിഫിക്കേഷൻ ഓഫാക്കിയിട്ട് കഴിഞ്ഞാൽ വലിയ കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.